ശരിയായ നിയമം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നു. അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പേടിക്കേണ്ട സമയമല്ല, ഇനി ഉത്തരവാദിത്തം ചെയ്യേണ്ട സമയമാണ്. പത്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പരസ്യം വന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മോണിറ്ററിംഗ് മെക്കാനിസം വിടുകയാണല്ലേ. ഇനി വരാൻ പോകുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് ലീഗൽ കമ്പനി ലിസ്റ്റാണ്. അതും ഒരു മുൻകരുതൽ വേണ്ട. ഇത്രയൊക്കെ ഒരു സമയത്ത് എന്തിനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇനി എന്തിനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? മുടക്കുന്ന പൈസയും മൂല്യമുള്ള ഉൽപ്പന്നവും വാങ്ങി വിൽക്കാൻ മാന്യമായ ലാഭവും ആളുകൾ ഇൻഡിവിജ്വൽ ബിസിനസ് ചെയ്തവർക്ക് കമ്പനി പറയുന്നതനുസരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് ആഴ്ച വരുമാനവും മാസ വരുമാനവും കൊടുക്കുന്ന ഒരു സ്ട്രോങ് മാനേജ്മെന്റ്. നിങ്ങൾ ഉറപ്പിച്ചോ, ഈ നിയമനിർമ്മാണം നടക്കുന്നത് ഇന്ത്യയിലേക്ക് ഇഷ്ടം പോലെ വിദേശ കമ്പനികൾ ആകർഷിക്കും. ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ കമ്പനി വരികയും ചെയ്യും. ആ സമയത്താണ് നമ്മുടെ സുവർണകാലം വരാൻ വേണ്ടി പോകുന്നത്. പല ആളും വിചാരിക്കുന്ന വിദേശ കമ്പനിക്ക് വന്നു കഴിഞ്ഞാൽ സാറേ നമുക്ക് നിൽക്കാൻ പറ്റൂല. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിക്കോ? ഇന്ത്യ രാജ്യത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് എന്ത് മാറ്റം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നാലും സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നാലും ഒരൊറ്റ രാത്രി കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി നമ്മുടെ മാനേജ്മെന്റ് ഉണ്ട്. അതോടൊപ്പം ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് മാറ്റം വരുന്നത്. അപ്പോ ഇപ്പോൾ ഉൽപ്പന്നങ്ങളല്ല. ഇപ്പൊ സലീം സാറോട് ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഈ കൊല്ലം തന്നെ 25ഓളം ഉൽപ്പന്നങ്ങൾ പുതിയ ഇറങ്ങാൻ വേണ്ടി പോകാ പറയണതാണ്. ഞാൻ വരുമ്പോ 6 ഉള്ളൂ. ഒരു കൊല്ലം കൂടി ഇരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. പിന്നെ നമ്മുടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ചില പരാതിയുണ്ട്. സാറേ, എന്താ ആട്ട ഇറക്കാത്തത്, എന്താ തവിടെണ്ണ ഇല്ലാത്തത്? 95 ഉണ്ടാക്കുന്ന കമ്പനിക്ക് ആട്ട ഉണ്ടാക്കാനുള്ള പണി എന്റെ സാറേ. ഒറ്റ രാത്രി കൊണ്ട് തീരുമാനിച്ചിറങ്ങുന്ന സാധനമാണ്. പക്ഷേ നമ്മൾ ഔട്ട്ലെറ്റിന്റെ എണ്ണം എല്ലാ മുക്കിൽ മൂലയിൽ വരാനെ അത് ഇറക്കിക്കൂടാ. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ആട്ട ഇറക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ചെന്ന് അടുത്തടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 കിലോ ആട്ട വെച്ച് ഒരു 10 പേര് 20 ഓർഡർ ചെയ്യുന്ന ഒരു പ്രയാസമില്ല. പക്ഷേ നിങ്ങളുടെ നമ്മുടെ പിക്കപ്പ് സെന്റർ വന്നിട്ട് 20 പേർക്കുള്ള 20 കിലോ ആട്ടിന്റെ പുറത്തിട്ടാ കൊണ്ടുപോകാൻ പ്രയാസമുണ്ട്. ഓട്ടോയ്ക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അത് ഇറക്കാത്തത്. നാട് മുഴുവനും നമ്മുടെ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രയാസവും ഇല്ല. പ്രിയ സുഹൃത്തുക്കളെ, ആട്ട ഉണ്ടാക്കാൻ നല്ല പണി, നൈരി ഉണ്ടാക്കാൻ പണി. അത് ആദ്യം ഉണ്ടാക്കാൻ കമ്പനിയുടെ പേരാ MI